ശബരിമല വാജി വാഹനത്തിൽ താൻ തന്നെയാണ് സ്വർണ്ണപ്പാളി ഒട്ടിച്ചതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വീട്ടിലുള്ള സ്വർണ്ണമാണ് താൻ കൊടിമരത്തിനായി നൽകിയത്. അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനും എല്ലാം രേഖപ്പെടുത്തിയാണ് വാങ്ങിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വിശ്വാസ പ്രമാണങ്ങളിൽ ചില ദോഷങ്ങൾ കാണുമായിരിക്കാം, അത് നിർദ്ദേശിച്ചു. അതിന്റെ പശ്ചാത്തലത്തിലാണ് കൊടിമരം പണിയുന്നതും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ച ഒരു അഡ്വക്കേറ്റ് കമ്മീഷനാണ് അത് ചെയ്തത്. അപ്പം ഞാൻ വാങ്ങിച്ച കോയിൻസ് 22 പക്ഷെ അത് 24 ക്യാരറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതിനുള്ള അധിക പണം അടച്ച് എടുത്തു കൊണ്ടുപോയാണ് അവിടെ ഇത് കൊടുക്കുന്നത്. ഞാൻ തന്നെയാണ് ഒട്ടിച്ചത് വാജി വാഹനത്തിൽ. ആ അഷ്ടദിക്പാലകരിലാണ് എൻ്റെ കൂടെ വന്ന ഷാജി കൈലാസും എൻ്റെ മകൻ, അതുപോലെ തന്നെ റഞ്ജി പണിക്കർ, ഇവരെല്ലാം. മോഹൻലാലും ഇത് അറിഞ്ഞിട്ട് ഇങ്ങോട്ടാണ് വിളിച്ച് പറഞ്ഞത്, മോനെ എൻ്റെ ഒരു 2 പവൻ സനൽ തരും, അതും ഒന്ന് കൊടുക്കണം. കൃത്യമായി ബുക്ക് എടുത്ത് വെച്ച് കണിച്ചക്കാരനാണ് അദ്ദേഹം. അന്ന് അജയ് തറയിലും അതുപോലെ തന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ ചേട്ടനും ഒക്കെ ഉണ്ട്. അവരെല്ലാം നല്ല ഭക്തി നിർഭരമായ അന്തരീക്ഷം ഒരുക്കി തന്നെയാണ് അവിടെ നിന്നത്. എല്ലാ ഇറ്റ് സ്വർണത്തിനും 1/2 പവൻ തന്നവരുണ്ട്. എല്ലാം അവിടെ റെക്കോർഡ് ചെയ്ത് അവരുടെ പേര് എഴുതി വെച്ച് തന്നെയാണ് ഈ സ്വർണം അവിടെ വെച്ച് അടിച്ച് ഷീറ്റാക്കിയതും പലതും ഫോയിലാക്കി തന്ന് ഞങ്ങൾ തന്നെ ഇരുന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോന്നിട്ടുള്ളത്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാനായി ചേർന്നു. ലിജോ, ഈ സ്വർണം നൽകിയതുമായി ബന്ധപ്പെട്ട സുരേഷ് ഗോപി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ ശബരിമലയിലെ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി 2.25 ലക്ഷം രൂപ നൽകിയെന്നുള്ളതായിരുന്നു അഡ്വക്കേറ്റ് കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായിരുന്നു ഉയർത്തിയ ചോദ്യവും. അതിനാണ് സുരേഷ് ഗോപി കൃത്യമായ മറുപടി പറയുന്നത്. അതായത് തന്റെ കയ്യിൽ 22 ക്യാരറ്റ് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അതല്ലായിരുന്നു ഈ കൊടിമരത്തിൽ പതിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുള്ള ഒരു ജുവലറിയിൽ കൊണ്ടുപോയാണ് അത് 24 ക്യാരറ്റ് സ്വർണ്ണമാക്കി മാറ്റിയത്. തന്റെ ഒരു വേർപ്പിന്റെ അംശം ഇത്തരത്തിൽ ഒരു കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പോയതും. താൻ വാജി വാഹനത്തിൽ താൻ തന്നെയാണ് സ്വർണ്ണപ്പാളി ഒട്ടിച്ചതല്ലാതെ താൻ പണമായിട്ടല്ല നൽകിയത്, പകരം സ്വർണമായി നൽകി സ്വർണം താൻ തന്നെ അതിൽ പതിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ആ സമയത്ത് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട്, ആ സമയത്ത് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഒപ്പം തന്നെ ബോർഡ് മെമ്പറായി അജയ് തറയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവർ ഇരുവരും ചേർന്ന് കൃത്യമായി കണക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുകയും ചെയ്യുന്നത്. താൻ മാത്രമല്ല, ആ സമയത്ത് തന്റെ മകനുണ്ടായിരുന്നു, ഷാജി കൈലാസ് ഉണ്ടായിരുന്നു, രഞ്ജി പണിക്കർ ഉണ്ടായിരുന്നു. ഇവരെല്ലാം അവിടേക്ക് എത്തുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. താൻ ഇത്തരത്തിൽ സ്വർണം നൽകിയത് അറിഞ്ഞുകൊണ്ട് മോഹൻലാൽ ഉൾപ്പെടെ വിളിച്ചുകൊണ്ട് 2 പവൻ സ്വർണം വാഗ്ദാനം ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ് എന്തായാലും ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ ഒരു വാസ്തവം എന്നുള്ളത് ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.